നമുക്കിവിടെ പോർച്ചുഗലിന്റെ സ്ട്രെങ്ത് കുറവാണോ? ഞാൻ കുറച്ച് നിരാശപ്പെട്ട എന്റെ കൂട്ടുകാരെ കാണിച്ചു തരാം. ഞാൻ പെരുന്നാളെന്ന് പറഞ്ഞ ഈ ബീഫാ നീ വീണ്ടും നടിക്കൊന്നാടാ. ഓക്കെ, ഇങ്ങനെ ഈ കോസ്റ്റ്യൂമിന്റെ ഒരു ഐഡിയാസ് ഒക്കെ കിട്ടണ എങ്ങനെ? ഇതെന്താ മരിച്ച പൈപ്പിങ്ങളുടെ ചരിത്രം എന്താ പറയാ? അതെ, ഒരു 48 വയസ്സുള്ള ഫ്രീക്കനെ കിട്ടിയിട്ടുണ്ട്. ഞാൻ നമ്മുടെ കിട്ടു അടുത്ത പെരുന്നാളിനുള്ളതാ. പെരുന്നാളായിട്ട് വായ നോക്കാൻ എന്നെ കിട്ടില്ല. എന്നെ കിട്ടും. ഒറ്റ വല്ലതിലൊന്നും കയറിയല്ലോ. 50 രൂപ മെട്രോ അടിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ആദ്യമായിട്ടാ. നിന്റെ കൊറേ നോക്കി നീ ഒലിക്കണ്ടല്ലോ. ഡിസൈനാണോ? നീ ഇതെടുത്തോ, നീ എനിക്ക് വേണ്ട ഐസ്ക്രീം വേണ്ട. ഞാനേ ഒരു ഐസ്ക്രീമിന്റെ ഫ്ലേവർ ചെടി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാന്നറിയോ? ഒരാഴ്ച ഐസിലാണ് മീരിക്കില്ല മന്നേ. ഇതെന്തുട്ടാ? നെല്ലിക്ക, ചാമ്പയ്ക്ക. ഹലോ ഗൈസ്, ഞാൻ ആദിൽ സുൽത്തു. എൻ്റെ പേര് ആദിൽ എന്നാണ്. എൻ്റെ സുൽത്തു എന്ന് വിളിക്കും. എനിക്ക് എൻ്റെ പേരാണ്. സോ കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഈ ഒരു വ്ളോഗ് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇന്നാണ് ഒരു അവസരം കിട്ടിയത്. ഇനി ഒറ്റ മൈൻഡിൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഇന്ന് എൻ്റെ പെരുന്നാൾ ഞാൻ കാണിച്ചു തരാം. ഫുഡ് കഴിക്കണം ആദ്യം. അത് കഴിഞ്ഞ് പള്ളിയിൽ പോകണം. വീട്ടിൽ നല്ല പുട്ടും ബീഫും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് സ്ഥിരം എല്ലാവർക്കും ഈദ് മുബാറക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് നേരെ പൈപ്പിലേക്ക് പോകണം. പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈപ്പിങ്ങര നാട്ടിലുള്ള ടീമാണ്. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തുള്ള വീട്, കുഞ്ഞുമാടെ വീട്, മൂത്തുമാടെ വീട്, ആ വീട്, ഈ വീട്, ഈ വീട്. അത് കഴിഞ്ഞിട്ട് ഫുഡ് അടി. അത് കഴിഞ്ഞ് ഇറച്ചോട്ടിനടുത്ത് പോകണം. അത് കഴിഞ്ഞ് പറ്റിയെങ്കിൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. റാഡോ ബോയ്സിനായിട്ട്. റാഡോ ബോയ്സ് ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. ഞാൻ വഴിയെ പരിചയപ്പെടുത്തി തരാം. നമ്മളൊരു ഔട്ടിങ് പ്രതീക്ഷിച്ചിട്ടുണ്ട്, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ മൂത്തുമാട മോളുടെ, അപ്പുറത്തെ വീട്ടിൽ മൂത്തുമാട മോളുടെ കല്യാണത്തിൻ്റെ തലേന്ന് ഇന്നലെ വേൾഡ് കപ്പ് പ്രമാണിച്ച് നമ്മളൊരു കളി നടത്തി. നാട്ടില് അർജന്റീന വേസ് ബ്രസീൽ വേസ് പോർച്ചുഗല്. പിന്നെ ഇതിൽ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ ഡേ. അപ്പോൾ ഇതിൻ്റെ രീതികളും കാര്യങ്ങളൊന്നും അറിയില്ല. ലെറ്റ്സ് ഗോ. കളി നമ്മൾ കളി നമ്മൾ എന്തുവേണേലും ആയിക്കോട്ടെ. പക്ഷെ കളിയുടെ പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മള് പോർച്ചുഗൽ ആയാലും ഇതായാലും അർജന്റീന ആയാലും നമ്മളെല്ലാരും ഒറ്റക്കെട്ട. അത് കളിയിലായാലും അതെ, കളിയുടെ പുറത്തായാലും നമ്മള് നീ അനക്ക് 3 സ്റ്റാർ, നീ എന്തുകൊണ്ടാ ഇവനക്ക് 1 സ്റ്റാർ പോലും ഇല്ലാത്തെന്ന് ചോദിച്ചില്ലേ? അതെന്റെ അത്താപ്പുയ ഒരു സ്റ്റാർ ആയത് കൊണ്ടാണ്. 5 സ്റ്റാറിലില്ലേ ഒരു ഇതില് മൊത്തം 5 സ്റ്റാറും ഒരു ശകുനുണ്ട്. എവിടെ പറയാൻ പറ്റും? നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ പറയും. ഇന്ന് നമ്മള് ബ്രസീലുകാരുടെ ഫാൻസിന്റെ പവർ എന്താന്ന് എല്ലാരും അറിയാം. കാലം അത് നടക്കില്ല ഇവിടെ. അതെ, ഇതെന്താണെന്നറിയോ? ഇത് അവിടെ ഇല്ലാത്ത ഒന്നുമില്ല. അവിടെ ഒരു യെല്ലോ വരുന്നുണ്ട്. ചിലപ്പോ ഞങ്ങള് വില്ലന്മാരായിരിക്കും, പക്ഷെ അകത്ത് ഞങ്ങൾ കപ്പിൾസ്. അപ്പൊ 5 ഉണ്ട്. ഞങ്ങളെ ഉപ്പന്മാരടിച്ചതാണേലും 5 3 സ്റ്റാറുള്ള കാരനാണ് നിങ്ങൾക്ക് 3 ഗോള് തന്നത്. കൂടുതൽ ഇനി തന്നിരുന്നു. അപ്പോൾ ഓക്കെ, 3-0 ഫസ്റ്റിൽ കഴിഞ്ഞിട്ടുണ്ട്. ബ്രോ അടുത്ത നമ്മളെ റൊണാൾഡോനായിട്ടാണ് കളി. ബ്രോ ഇവിടുത്തെ മെയിൻ എഡിറ്ററാണ്. വേടന്റെ 3 പരിപാടി ബ്രോ എഡിറ്റ് മനസ്സിലായത്. ഈ കളി കാണാം. നമ്മുടെ ഫസ്റ്റത്തെ 2 കളി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ നമ്മള് അർജന്റീനയായിട്ട് 3-0 ജയിച്ചു. രണ്ടാമത്തേല് പോർച്ചുഗലിനായിട്ട് സമനിലയാണ്. 3ാമത്തെ കളിയാണ് നടക്കുന്നത്. ഈ കളി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫൈനലി നമുക്കിവിടെ പോർച്ചുഗലിന്റെ
അമ്മയെ അടച്ചിട്ടില്ലടാ തെണ്ടി. നമുക്കിവിടെ റൊണാൾഡോ ഉണ്ട്. റൊണാൾഡോയും ഈ അണ്ണനും സ്ഥിരം പട്ടേലാണ്. ബെഞ്ചീസ് അവർ പാഷൻ. ജയിച്ചേ പറ്റുമുത്തേ, നീ പ്രശ്നം. ഞങ്ങൾ പോയി ടഫ് സ്റ്റേജാണ്. ഞങ്ങളുടെ ഹാർട്ട് അടിപ്പ് അങ്ങോട്ട് കേൾക്കാം. പ്രസവിക്കും അളിയ. ബ്രോ നിങ്ങക്ക് ടെൻഷൻ ഉണ്ടോ? അണ്ണൻ എന്താ ഉള്ളത്? പോർച്ചുഗൽ. ഈ വരുന്ന ഡിസംബറില് ഒരു ഹൈദരാബാദ് വ്ളോഗ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ വേൾഡ് കപ്പിന്റെ എല്ലാവിധ കളിയും കഴിഞ്ഞ് അതിലെ കപ്പടിച്ച് നമ്മളാ. ചില തൊള്ളപ്പൊളിക്ക് കളിയുടെ ഏറ്റവും ആദ്യത്തെ തൊള്ളപ്പൊളി എന്ന് പറയുന്നത് അർജന്റീനയുടെ ആയിരുന്നു. അർജന്റീനയുടെ തൊള്ളപ്പൊളിയാണ്. രാവിലെ തന്നെ നല്ല പുട്ടും ബീഫും. ഇത് പെരുന്നാളിന് ഒരു പറഞ്ഞിട്ടുള്ളതാ. 2018-19 കാലത്തിൽ കംപ്ലീറ്റ് കളർ പെയിന്റുകളായിരുന്നു. ചുവപ്പ് പെയിന്റും മഞ്ഞ ഷർട്ടും. ഞാൻ നമ്മൾ ഷർട്ട് പ്രാവശ്യത്തെ ഡെനിമാണ്. ഇതിൻ്റെ ഒപ്പം ഒരു കുരിശുമാല വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു നെഞ്ചത്ത് ഇങ്ങനെ ഇടുന്ന ആടി കളിക്കണത്. പക്ഷെ അത് ഇൻസ്റ്റയിൽ കുഞ്ഞിപ്പ് കണ്ട് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ കുടുംബത്തിന് അത് പറ്റിയല്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കേണ്ടി വന്നു. അവിടുന്ന് കൂടി 4 വീട് ഇപ്പുറത്താണ് വീട്. പക്ഷേ പള്ളിക്ക് പെരുന്നാളായാലും ജുമായിലും ഏറ്റവും അവസാനം എത്തി നമ്മളാ. ഈദ് മുബാറക്. മുബാറക് പറഞ്ഞിട്ട് വന്നാന്ന് പറയില്ല. മറ്റമ്മ ഈദ് മുബാറക്. ഹായ് കൃതാർത്ഥനായി. ഈദ് മുബാറക് പറയേ. പായസം കുടിക്കാം, പായസം കുടിക്കാവാ. കുഞ്ഞിമാടന്ന് ആവണല്ലോ. വെറും ചോറാണ്. ഒരു പെരുന്നാളായിട്ട് ഒരു വീട്ടില് വെറും ചോറ വെക്കുക. ഇത് എന്റെ സ്വന്തം അനിയനാണ്. എന്റെ അനിയനെ വലിയ നേഴ്സാക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിമ്മയും കണ്ണിലെ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. ആ എണ്ണ വെച്ചിട്ടാണ് പപ്പടം ചുടുന്നത്. അവിടെ കുറച്ച് ഫുഡ് ബ്ലോഗേഴ്സിന് കിട്ടിയിട്ടുണ്ട്. ഇത് എന്തിന്റെ ഫുഡ് ബ്ലോഗർ, ഫേക്ക് ഫുഡ് ബ്ലോഗർ. അങ്ങനല്ലാന്ന് ഇത് പിച്ച് എങ്ങനെ ബിലാലെ കാണിച്ചു കൊടുത്ത പൈപ്പിങ്ങളുടെ ചരിത്രം എന്താ പറയാ അറിയോ? ഇല്ല പറയും. പൈപ്പിങ്ങളുടെ ചരിത്രം ഈ പൈപ്പ് ഉണ്ടോ? ഈ ഒരു പൈപ്പ് ഈ ഒരു കരഭാഗത്തായ കാരണമാണ് പൈപ്പ് കരാന്ന് നമ്മൾ പേരിട്ടത്. അതെ, ഒരു ഫ്രീക്കനെ, ഒരു 48 വയസ്സുള്ള ഫ്രീക്കനെ കിട്ടിയിട്ടുണ്ട്. ഷൂസ് സോക്സ് ഷർട്ട് മുണ്ട് മാല. ണോ എന്തോടെ നെയ്മർ. ഇത് നെയ്മറല്ല, ഇത് മറ്റേ കാന്താര സിനിമത്തെ ഡാവ്. കാളി ഒരു കാളി ഒരു നെയ്മറും. നല്ലൊരു ഉറങ്ങിയാണ് ചേട്ടാ. ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. ഇനി ഉപ്പ പള്ളിക്ക് വന്നിട്ടാണ്. മൂപ്പര കുറച്ച് പള്ളി സ്റ്റിക്ക. ഇനി ഇതുമ്പോ ഇങ്ങനെ ചോറിങ്ങനെ വെതറും. അതിൻ്റെ മുകളിൽ ഒരു കറി, ഒരു ചിക്കൻ്റെ ഇത്,
പിന്നെ കച്ചമ്പർ, അച്ചാറ്, എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഒരു കുഴ ഒഴിച്ചിട്ട് ഇങ്ങനെ. ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാ? എടക്കാനാ? ഓ ഓക്കെ ഓക്കെ, സോറി. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഇന്നൊരു അതിഥിനെത്തിണ്ട്. ഇവനാണ് ചിക്കീസ് വേണോ അതോ പീസ് വേണോ സുൽത്തു? പെരുന്നാളായിട്ട് വായ നോക്കാൻ എന്നെ കിട്ടില്ല. എന്നെ കിട്ടും, ഞാൻ ഉമ്മ ഉണ്ട് അവിടെ, അതാണ്. ബാബു ചാവക്കാട് ബീച്ചിലേക്കുള്ള ബ്ലോക്കാ. ഒരു പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിലാണ്ട് പറ്റില്ല. ഒറ്റ വല്ലതിലൊന്നും കയറിയല്ലോ. 50 രൂപ പെട്രോൾ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, അതില്ല. കാരണം കൊടുങ്ങല്ലൂർ പോയപ്പോ പൊട്ടി വീണ് ഞാൻ കണ്ടിട്ടുണ്ട്. ഐസ്ക്രീം കഴിച്ചിട്ട് കപ്പലണ്ടി കഴിച്ച് കുറച്ച് വ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കാം. 3 times ഒന്ന് അള്ളിയോ ബ്രോ 3 അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു കുട്ടീനെ കിട്ടും. അടി പോയി. ഞാന് ഒരു ഐസ്ക്രീമിന്റെ ഫ്ലേവർ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഏതാന്നറിയോ? ചോദിക്കുക ഏതാന്ന് ചോദിക്കുക. ഫ്രെയിമിന്ന് പറഞ്ഞിട്ട് വാനില ചെടിയെ വാനോളം വളരെ. ഇവന്റെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ എനിക്കൊരു അഭിപ്രായം വെച്ചാല് അപ്പുറത്തെ റിപ്പോർട്ട് ബട്ടൺ വേഗം തന്നെ വെക്കുക. അപ്പൊ ഞങ്ങക്ക് വേഗം തൊടാം. ഓപ്ഷൻ ഈ 4 മീൻ കാണാനാണോ? എന്താ കടൽ വെള്ളണോ? പെട്രോളാവും. ഏയ് വെള്ള കളറല്ല, പെട്രോൾ മാറ്റിയതാവും. ബോട്ട് വലിച്ചോണ്ടിരിക്കാണ്. സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും, നിങ്ങൾ പറയേ ഈ പിടിക്കാൻ പോയ മീനൊക്കെ ഒരാഴ്ച പഴക്കമുണ്ടോ അതോ ഡെയിലി പോയിട്ട് വരുന്നതാണോ? ഈ വീഡിയോ എടുത്തില്ലേ ഒരു താങ്ക്യം കിട്ടില്ല. പുഷപ്പടി 1000 സബ്സ്ക്രൈബേഴ്സിൽ ഒന്നെങ്കിൽ ബ്രോസ്കി അല്ലെങ്കിൽ പുതിയ ബ്രോസ്കി ബ്രോസ്കി നിന്നെ ഗിവ് അവേ കൊടുക്കട്ടെ ബ്രോസ്കി. അങ്ങനെ നമ്മുടെ പെരുന്നാൾ കഴിഞ്ഞ് പ്രത്യേകിച്ച് കാര്യമായിട്ട് ഇങ്ങനെ എടുത്തു പറയാൻ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളെ ഇറച്ചിക്ക് നല്ലൊരു ഒടി ഓടിച്ചു കേട്ടാ. നമ്മൾ ഇറച്ചി എടുക്കാനോ പിടിക്കാനോ ഒന്നിനും പോയില്ല. സോ ഉപ്പറഞ്ഞതിന് തന്നെ വിട്ടു. സോ അത്ര തന്നെ ഉള്ളൂ. ഇനി പുതിയ ഐറ്റംസ് വരും. തുടക്കമായതുകൊണ്ട് എങ്ങനെ ഇത് എനിക്ക് കറക്റ്റ് പ്രസൻറ്റ് ചെയ്യാമെന്നൊന്നും അറിയില്ല. സോ വഴിയെ കൂടെ കുടിക്കോ ഒപ്പം.